അധികാരികളുടെ അനാസ്ഥ മഴക്കാലത്തിന് മുൻപേ ജനങ്ങളെ വെള്ളത്തിലും ദുരിതത്തിലും മുക്കിയ തൃശൂരിലേക്ക് പോകാം അടുത്തതായി. വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതി വെറും തട്ടിപ്പാണെന്ന് 2 ദിവസത്തെ മഴ തെളിയിച്ചു. ഇന്ന് തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കൂറ്റൻ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. ജീവഹാനിയൊന്നും ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം. തൃശൂരിൽ അപകടം പതിയിരിക്കുന്ന മറ്റ് ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ജെയ്സൺ ചാമവളപ്പിൽ പറയും. ജെയ്സൺ, ഗുഡ് ഈവനിംഗ്. രാവിലെ ആ മരം വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഒന്ന് നെഞ്ചിടിച്ചു. അതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്ക തോന്നി. പെട്ടെന്ന് ആ അപകടം ഉണ്ടായില്ല എന്ന് ഭാഗ്യം എന്നായിരുന്നു ജെയ്സന്റെ ഭാഗത്തു നിന്ന് വന്ന ആദ്യ പ്രതികരണം. തൃശൂരിൽ മറ്റിടങ്ങളിലും ഇതുപോലെയൊക്കെ പൊത്തുള്ള മരങ്ങളുണ്ടോ, അപകടം പതിയിരിക്കുന്ന ഇടങ്ങളുണ്ടോ ജെയ്സൺ? തീർച്ചയായും സുജിയ, ഗുഡ് ഈവനിങ്. മരം ഒരു വേനൽക്കാലത്ത് ഒരു ആശ്വാസവും മഴക്കാലത്ത് വില്ലനുമായി മാറുന്ന ഒരു അപൂർവമായ ഒരു നിർഭാഗ്യം നിറഞ്ഞ ഒന്നായി മാറുകയാണ് മരം എന്ന് നമുക്ക് പറയേണ്ടി വരും. വേനൽ കൊടും ചൂടിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്ന ആളുകൾക്ക് വലിയ തണലേകിയ മരങ്ങളാണ് ഇന്ന് വലിയ ഭീഷണിയുടെ വക്കിൽ നിൽക്കുന്നത്. അത്രയേറെ മരങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ മറ്റ് ഒരു ജില്ലകളുടെയും ആസ്ഥാനങ്ങളിൽ ഇല്ലാത്തത്ര മരം തൃശ്ശൂരിലുണ്ട്. പ്രത്യേകിച്ച് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയുടെ പരിസരം തന്നെ ഒരുപാട് മരങ്ങളാൽ നിബിഡമാണ്. അതാണ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയുടെ പ്രത്യേകത. അതുമാത്രമല്ല, രാമനിലയം പാലസ് റോഡ്, അതുപോലെ തന്നെ ജവഹർ ബാലഭവന്റെ പരിസരം, രാമനിലയം ഗസ്റ്റ് ഹൗസായ രാമനിലയം, ഇതുൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിൽ മരങ്ങളുണ്ട്. ഈ മരങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ്. അത് വലിയ മരങ്ങളായി മാറിയിരിക്കുന്നു. അതിൻ്റെ കാലപ്പഴക്കം വന്നിരിക്കുന്നു. ഇതെല്ലാം മഴക്കാലമാകുമ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ മൃതി അടയുന്ന സ്ഥിതിയിലേക്ക് മരങ്ങൾ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഈ മഴക്കാലം വലിയ ആശങ്കയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ തന്നെ സുജയായിരുന്നു വാർത്ത വായിച്ചിരുന്നത്. അപ്പോൾ നാമാണ് ആദ്യം അവിടെ എത്തുകയും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുകയും ചെയ്തത്. അതീവ ഗുരുതരമായൊരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ നിരന്തരമായി പോകുന്ന തൃശ്ശൂർ നഗരത്തെയും തൃശ്ശൂരിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. സെന്റ് തോമസ് കോളേജ് റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയുടെ 2 ഭാഗങ്ങളിലുമായി നടക്കുന്ന ജില്ലാ ആശുപത്രിയുടെ ഒരു കോമ്പൗണ്ടിന്റെ ഒരു ഭാഗത്താണ് വലിയ ഒരു കൂറ്റൻ മരം പിളർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു ബസ് കടന്നുപോയി. ആ ബസ്സിൽ നിറയെ ആളുകളായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അവരെല്ലാം രക്ഷപ്പെട്ടത്. പക്ഷേ അവിടെ ഒരു ഓട്ടോറിക്ഷ, തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ റോഡ് സൈഡിലിട്ടിരുന്നു. ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന് മരങ്ങൾ വീഴുന്ന സ്ഥിതിയുണ്ടായി. മരങ്ങൾ ഒരു വില്ലനായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു പ്രതിഭാസമായി തൃശ്ശൂരിൽ കാണുന്നത്. അത്രയേറെ പഴക്കം ചെന്ന വലിയ മരങ്ങൾ തൃശ്ശൂരിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു ഭീഷണി കൂടുതൽ നിലനിൽക്കും. തുടർ നടപടികളിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. സുജിയ.